1970-കളിൽ ഒരു രാജ്യം. അവിടെ രാത്രികൾക്ക് ഒരു ഭയമുണ്ടായിരുന്നു. കതകിൽ മുട്ടുന്ന ശബ്ദം കേട്ടാൽ ഹൃദയം നിശ്ചലമാകുമായിരുന്നു. പുറത്തു നിൽക്കുന്നത് സൈന്യമാണോ അതോ മരണമോ ആരുമറിയില്ല. ആ രാജ്യത്തിൻ്റെ പേര് ഉഗാണ്ട. ആ ഭയത്തിൻ്റെ മുഖം ഇദി അമീൻ. ഒരു സാധാരണ സൈനികൻ, പിന്നീട് സ്വയം പ്രഖ്യാപിച്ച ജീവിതകാല പ്രസിഡന്റ്. അവനെങ്ങനെ ഒരു രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളെ രക്തത്തിൽ മുങ്ങിച്ചു? ഇതൊരു ഭരണാധികാരിയുടെ കഥയല്ല. ഇത് അധികാരം മനുഷ്യനെ എങ്ങനെ മാറ്റുന്നു എന്നതിൻ്റെ കഥയാണ്. 1920-കളുടെ ഉഗാണ്ട ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ ഒരു കോളനി രാജ്യം. വളരെ കുറച്ച് വിദ്യാഭ്യാസം, സാമ്പത്തിക ദാരിദ്ര്യം, ആരോഗ്യ സൗകര്യങ്ങൾ വളരെ കുറഞ്ഞത്. ഈ പശ്ചാത്തലത്തിൽ ജനിച്ച വ്യക്തിയാണ് ഇദി അമീൻ. അവന് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യത്തിൽ അവൻ ശക്തനായിരുന്നു: ശരീരശക്തി. അതുകൊണ്ട് തന്നെ അവൻ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്നു, കിങ്സ് ആഫ്രിക്കൻ റിഫ്ലസ് എന്ന യൂണിറ്റിൽ. അവിടെ അവൻ നേരിട്ടത് ഭീകരമായ ഫിസിക്കൽ ട്രെയിനിങ്, പക്ഷേ അതിനൊപ്പം തന്നെ ക്രൂരതയുടെ സംസ്കാരവും. സൈനിക മേഖലയിൽ അയാളുടെ ഉയർച്ച അതിവേഗത്തിലായിരുന്നു. അവൻ്റെ മേലധികാരികൾക്ക് അവൻ എന്നും വിശ്വസ്തനായിരുന്നു. പക്ഷേ അവനിൽ അവർ ശ്രദ്ധിക്കാതെ പോയ ഒരു വിചിത്ര കാര്യമുണ്ടായിരുന്നു. അത് അവനിൽ കൽപ്പിച്ച അധികാരത്തിൻ്റെ രുചി. ആ രുചിയിൽ അവനിൽ അവൻ്റെ പ്രവൃത്തികൾ മനുഷ്യനിൽ നിന്നും മാറി മൃഗതുല്യമായിരുന്നു. വർഷം 1971. അന്നത്തെ ഉഗാണ്ടയുടെ പ്രസിഡന്റായിരുന്ന മിൽട്ടൺ ഒബോട്ട് ഒരു വിദേശയാത്രയിലായിരുന്ന സമയമായിരുന്നു അന്ന്. പെട്ടെന്നാണ് ഒരു വലിയ സൈന്യം ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലേക്ക് ഇടിച്ചു കയറിയത്. ഒരു നിമിഷം അവിടുത്തെ ജനങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയാതെ പകച്ചു നിന്ന നിമിഷമായിരുന്നു. പെട്ടെന്നാണ് അവർ ആ പരുക്കൻ ശബ്ദം ഉച്ചത്തിൽ കേട്ടത്: ഇനി ഈ രാജ്യത്തിന്റെ അധികാരം എന്റെ കൈകളിലാണ്. ഇദി അമീൻ വാക്കുകൾ അവിടുത്തെ ജീവിത സാഹചര്യത്തിൽ നിന്നും ഒരു മോചനം അവർക്കുണ്ടാകുമെന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചു. ആ വിശ്വാസം അവരുടെ പുഞ്ചിരിയിൽ നിറഞ്ഞു നിന്നു. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു. ചില മാസങ്ങൾക്കുള്ളിൽ രാജ്യം ഒരു ഭീതിയിലേക്ക് പതിച്ചു. ഇദി അമീൻ തന്റെ ഭരണകാലത്ത് രൂപീകരിച്ചത് രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾ. ആ രാജ്യത്തിന് ഇന്നും ഒരു ഭീതിയാണ്: അവരെ ആരും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഒരു വിമർശന വാക്ക് മതി, ഒരു സംശയം മതി, ആൾ കാണാതാകും. ഈ ഭരണകൽപ്പനയുടെ അനുമാനങ്ങൾ പറയുന്നത് ഏകദേശം 3 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. നിരവധി കുടുംബങ്ങൾ അനാഥമായി. രാജ്യം നരകമായി മാറിക്കൊണ്ടിരുന്നു. 1972-ൽ ഇദി അമീൻ ഒരു അതിശയകരമായ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഉഗാണ്ടയിലെ ഏഷ്യൻ സമൂഹം, പ്രത്യേകിച്ച് ഇന്ത്യക്കാരും പാകിസ്ഥാനികളും 90 ദിവസത്തിനുള്ളിൽ രാജ്യം വിടണം. ഇത് ആഫ്രിക്കക്കാരുടെ രാജ്യം എന്നായിരുന്നു അയാളുടെ വാക്കുകൾ. ആ സമയത്ത് ആഫ്രിക്കയെ വ്യാപാരവും വ്യവസായവുമായി നിയന്ത്രിച്ചിരുന്നത് ഈ ഏഷ്യൻ സമൂഹമായിരുന്നു. അവർ പോയതോടെ ആഫ്രിക്കൻ ജനത പ്രതിസന്ധിയിലായി. കടകൾ അടഞ്ഞു, സാമ്പത്തിക വ്യവസ്ഥ തകർന്നു, പണപ്പെരുപ്പം കുത്തനെ ഉയർന്നു. ഒരു തീരുമാനത്തിൻ്റെ വില ഒരു രാജ്യത്തിൻ്റെ ഭാവി തകർത്ത് കളഞ്ഞു. ഇദി അമീൻ സ്വയം പ്രഖ്യാപിച്ചു: ഹിസ് എക്സലൻസി പ്രസിഡന്റ് ഫോർ ലൈഫ്, ഫീൽഡ് മാർഷൽ. ഇദി അമീൻ പറഞ്ഞു, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തോൽപ്പിച്ച മനുഷ്യൻ ഞാനാണെന്ന്. അവൻ്റെ പ്രസംഗങ്ങൾ ചിലപ്പോൾ ഒരു തമാശ പോലെ തോന്നും, പക്ഷേ അതിന് പിന്നിൽ ഭീകരമായ ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു. ചിലർ ആളുകൾ ആരോപിച്ചു, അയാളുടെ പ്രവൃത്തികളിൽ മാനസികമായി പ്രശ്നമുള്ള പോലെയാണ് അയാൾ ചിന്തിക്കുന്നത് എന്ന്. പക്ഷെ പ്രശ്നം അതല്ലായിരുന്നു. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്താണ് നടന്നത് എന്നതല്ല. മറ്റു രാജ്യക്കാർ ചോദിച്ച ചോദ്യം: ഒരു രാജ്യത്തെ ആളുകൾ എങ്ങനെ ഇത്രയും നാളുകൾ പ്രതികരിക്കാതെ, മിണ്ടാതെ നിൽക്കുന്നു? അതിന് കാരണം ഒരു പേര് മാത്രമാണ്:
ഇദി അമീൻ. കോൾഡ് വാർ കാലഘട്ടം. ആദ്യത്തിൽ ഇദി അമീൻ ബ്രിട്ടനും ഇസ്രയേലും പിന്തുണച്ചു. പിന്നീടവൻ ലിബിയയിലെ മുഅമ്മർ ഗദ്ദാഫിയുമായി അടുത്തു. രാഷ്ട്രീയം മാറി, സഖ്യങ്ങൾ മാറി. പക്ഷേ ജനങ്ങളുടെ അവസ്ഥ മാറിയില്ല. 1976 എൻഡേബെ വിമാനത്താവള സംഭവവും ലോകശ്രദ്ധ പിടിച്ചു. ഇസ്രയേൽ കമാൻഡോ ഓപ്പറേഷൻ. ലോകം വീണ്ടും ഉഗാണ്ടയിലേക്ക് നോക്കി. അമീന്റെ ഇമേജ് കൂടുതൽ വിവാദമായി. അമീൻ ടാൻസാനിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷേ തിരിച്ചടി വന്നു. ടാൻസാനിയ സൈന്യം മുന്നേറി. ഉഗാണ്ട വിമതസേനയും ചേർന്നു. 1979 ഉഗാണ്ടയുടെ തലസ്ഥാനം വീണു. ഇദി അമീൻ രാജ്യം വിട്ടു. ആദ്യമായി ലിബിയയിലേക്ക്, പിന്നീട് സൗദി അറേബ്യയിലേക്ക്. അവൻ അവിടെ സമാധാനമായി ജീവിച്ചു. 2003 മരിച്ചു. പക്ഷേ ഉഗാണ്ടയിൽ അവൻ്റെ ഓർമ്മ ഇന്നും ഒരു പേടിപ്പെടുത്തുന്ന മുറിവാണ്. ഇദി അമീൻ ഒരു മോൺസ്റ്ററായിരുന്നു. അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ശക്തി ഒരു രാജ്യം ഒരാളെ അത്ര ശക്തനാക്കുമ്പോൾ അവൻ കുറ്റക്കാരനോ? അല്ലെങ്കിൽ മിണ്ടാതിരുന്ന സമൂഹമോ? ചരിത്രം നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നു. അധികാരം നിയന്ത്രണമില്ലാതെ വന്നാൽ ജനാധിപത്യം മിണ്ടാതെ മരിക്കും. ഇന്ന് നാം സുരക്ഷിതരാണെന്ന് തോന്നാം. പക്ഷേ രാത്രിയിൽ കതകിൽ മുട്ടുന്ന ശബ്ദം കേൾക്കാതിരിക്കാനായി ചരിത്രം മറക്കരുത്.